ഹായ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മെട്രിക്സ് എടുക്കുകയാണ്. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 2 3 4. ഓക്കെ, 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/dta ഇൻറ്റു അഡ്ജെ. ഇതാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ നമുക്ക് എന്തൊക്കെ ഡാറ്റ വേണം? ഡിറ്റർമിനൻ്റ് എ വേണം, അഡ്ജി എ വേണം, അല്ലേ? അപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം? യെസ്, ഈ രണ്ട് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 4 4 മൈനസ് ഈ രണ്ട് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 3 6 ചെയ്യുമ്പോൾ 4 - 6 നമുക്ക് എത്ര കിട്ടി? -2 കിട്ടി. ഓക്കെ, ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞത് അഡ്ജെ കണ്ടുപിടിക്കുന്നതിൻ്റെ ട്രിക്കാണ് കേട്ടോ. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു മെട്രിക്സ് ഇവിടെ നമുക്ക് 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്, അല്ലേ? 1 2 3 4. അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. ഈ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ്, ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അത് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് വരും, ഇവിടെ 4 വരും, ഇവിടെ 1. ഓക്കെ, ഇനി ബാക്കിയുള്ള രണ്ട് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, 2ഉം 3ഉം, ഇവരുടെ സൈൻ ചേഞ്ച് ചെയ്യാം. സി ഇപ്പോൾ 2 ആണെങ്കിൽ 2 + 2 ആണ്, അതിൻ്റെ സൈൻ മാറ്റുമ്പോൾ എന്ത് വരും? -2. 3 + 3 ആണ്, സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? -3. അപ്പോൾ അഡ്ജെ നമുക്ക് എളുപ്പത്തിൽ കിട്ടി. മൈനസ് കണ്ടുപിടിക്കേണ്ട, കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ട, ട്രാൻസ്പോസ് എടുക്കേണ്ട, ഡയറക്റ്റ്ലി നമുക്ക് അഡ്ജെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/dta. 1/dtaൻ്റെ -2 ആണ്. അഡ്ജെ നമ്മൾ കണ്ടുപിടിച്ചു, 4 - 2 -3. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം.